നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏകദേശം 25 ദിവസം മാത്രം ശേഷിക്കെ അരയും തലയും മുറുക്കി ബി.ജെ.പി. രംഗത്ത്. ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ്. 47 സ്ഥാനാർത്ഥികളടങ്ങുന്ന പട്ടികയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രമുഖരെ അടക്കം കളത്തിലിറക്കിയുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ബി.ജെ.പി. ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ പാലക്കാടും കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തുമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. 47 പേരുടെ ബി.ജെ.പി. പട്ടികയിൽ എസ് രാജേന്ദ്രനും രശ്മിയും ഉൾപ്പെട്ടിട്ടുണ്ട്. സമീപകാലത്ത് CPI, കോൺഗ്രസ് പാർട്ടികൾ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ചേക്കേറിയ ബി.ജെ.പിയിലേക്ക് ചേക്കേറിയവരും ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത യോഗത്തിന് ശേഷമായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നതെന്നതാണ് ഇപ്പോൾ ബി.ജെ.പി. പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഭരണം പിടിക്കാൻ തങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ പോലും കേരളത്തിൽ ബി.ജെ.പിയുടെ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു തിരഞ്ഞെടുപ്പാക്കി മാറ്റാനാണ് ബി.ജെ.പി. ഈ തിരഞ്ഞെടുപ്പിലൂടെ തന്നെ ലക്ഷ്യം വെക്കുന്നതെന്നതാണ് പൊതുവിലയിരുത്തലായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ എ ക്ലാസ് മണ്ഡലം എന്നറിയപ്പെടുന്ന നേമത്താണ് അദ്ദേഹം സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തു നിന്നും ജനവിധി നേടും. കോഴിക്കോട് നോർത്തിൽ നവ്യ ഹരിദാസും പാലക്കാട് ശോഭാ സുരേന്ദ്രനും തൃശൂരിൽ പത്മജ വേണുഗോപാലും മത്സരിക്കും. ഒറ്റപ്പാലത്ത് മേജർ രവിയും പാലായിൽ ഷോൺ ജോർജും പൂഞ്ഞാറിൽ PC ജോർജും സ്ഥാനാർത്ഥികളാകും. അതേസമയം വട്ടിയൂർക്കാവ് മണ്ഡലവും എ ക്ലാസ് മണ്ഡലം എന്ന ഒരു സ്ഥാനക്കയറ്റത്തോടു കൂടിയുള്ള മണ്ഡലമാണ്. ഇവിടെയാകട്ടെ മുൻ DGP R ശ്രീലേഖയും കഴക്കൂട്ടത്താകട്ടെ V മുരളീധരനും മത്സരിക്കും. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് P സുധീറുമാണ് ഇവിടെ ഈ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കാഞ്ഞങ്ങാട് ബാലരാജ് M, അതേപോലെ പയ്യന്നൂരിൽ AP ഗംഗാധരൻ, അഴീക്കോട് KK വിനോദ് കുമാർ, കണ്ണൂരിൽ C രഘുനാഥ്, വയനാട് മേഖലയിലാകട്ടെ അതായത് മാനന്തവാടിയിൽ P ശ്യാംരാജും സുൽത്താൻ ബത്തേരിയിൽ കവിത ASും അവിടെ മത്സരിക്കും. അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ വടകരയിൽ അഡ്വക്കേറ്റ് K ദിലീപ്, കുറ്റ്യാടിയിൽ രാംദാസ് മണലേരി, നാദാപുരത്ത് CP വിപിൻ, അതേപോലെ കൊയിലാണ്ടിയിൽ CR പ്രബുൽ കൃഷ്ണൻ, പേരാമ്പ്രയിൽ M മോഹനൻ മാസ്റ്റർ, ബാലുശ്ശേരിയിൽ CP സതീശൻ, ഏലത്തൂരിൽ T ദേവദാസ്, കോഴിക്കോട് സൗത്തിൽ T രനീഷ്, ബേപ്പൂരിൽ അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു, അതേപോലെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികളും ഇതിലേക്ക് ഇടം പിടിക്കുകയാണ്. അതായത് ഷൊർണൂരിൽ ശങ്കു T ദാസ്, മലമ്പുഴയിൽ C കൃഷ്ണകുമാർ, ചേലക്കരയിലാകട്ടെ K ബാലകൃഷ്ണൻ, മണലൂരിലാകട്ടെ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ഇരിഞ്ഞാലക്കുടയിൽ സന്തോഷ് ചേരാകുളം, അതേപോലെ തന്നെ ദേവികുളത്താകട്ടെ S രാജേന്ദ്രൻ, വൈക്കത്താകട്ടെ K അജിത്, അതേപോലെ കാഞ്ഞിരപ്പള്ളിയിലാകട്ടെ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ എന്നിവരും മത്സരിക്കുന്നുണ്ട്. അമ്പലപ്പുഴയിൽ അരുൺ അനിരുദ്ധൻ, ഹരിപ്പാടാകട്ടെ സന്ദീപ് വചസ്പതി, അതേപോലെ തന്നെ ചെങ്ങന്നൂരിലാകട്ടെ MP ഗോപകുമാർ, തിരുവല്ലയിൽ അനൂപ് ആന്റണി ജോസഫ്, കരുനാഗപ്പള്ളിയിലാകട്ടെ VS ജിതിൻ ദേവ്, അതേപോലെ തന്നെ കൊട്ടാരക്കരയിൽ R രശ്മി, ചാത്തന്നൂരിൽ BP ഗോപകുമാർ, അതേപോലെ തന്നെ നെടുമങ്ങാടാകട്ടെ യുവരാജ് ഗോകുൽ, പാറശാലയിൽ അഡ്വക്കേറ്റ് ഗിരീഷ് നെയ്യാർ എന്നിവരാണ് ഈ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.